രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ഷാഫി പറമ്പിലിന്റെ ഉത്തരവാദിത്വമാണ്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഷഹനാസ് തന്നെ ഇന്നലെ പുറത്തു പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിൽ പെൺകുട്ടികൾക്കുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിലെ അവരിന്ന് വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കേരളത്തിൽ ഈ ഒക്കച്ചങ്ങായിമാരുടെ കഥകൾ ഒട്ടനവധി പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. യഥാർത്ഥ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ അവരുടെ നേതൃത്വത്തോട് ചോദിക്കുവാൻ തയ്യാറാവണം. ഇത്തരത്തിലുള്ള സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന നേതൃത്വമാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടതെന്ന്. കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തക അവർ വ്യക്തമായി പറയുന്നു, രാഹുലിനെതിരെയുള്ള കാര്യങ്ങൾ ഷാഫി പറമ്പിലിനെ ബോധ്യപ്പെടുത്തിയിട്ടും അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ജംഷീർ കൊടിഞ്ഞി ചേരുന്നുണ്ട്. ജംഷീർ, നേരത്തെ തന്നെ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് ഷാഫിക്കെതിരായിട്ടൊക്കെ സിപിഎമ്മും ബിജെപിയും കടന്നതാണ്. പക്ഷേ അന്ന് മറ്റു പരാതികൾ, അതായത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒതുങ്ങിയതാണ്. പ്രത്യേകിച്ച് പാലക്കാട് സിപിഎം ഉൾപ്പെടെ ആദ്യത്തെ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങ് അവസാനിക്കുകയായിരുന്നു അതെല്ലാം. ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. അത് ഷാഫിക്കെതിരെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്തത്, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് രാഹുലിനെ പല സ്ഥാനങ്ങളിലേക്കും എത്തിച്ചത് ഷാഫിയാണ്. ഷാഫിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കണം എന്ന് ബിജെപിയും ആവശ്യപ്പെടുന്നുണ്ട്. ഏതു തരത്തിലാണ് ബിജെപിയും സിപിഎമ്മും ഈ അവസരത്തെ ഉപയോഗിക്കുന്നത്? എങ്ങനെയാണ് പ്രതിഷേധിക്കുന്നത്? ഷാഫിയെ ഉന്നമിടുകയാണ് സിപിഎമ്മും ബിജെപിയും. ഷഹനാസിന്റെ ആരോപണത്തിന് ശേഷമാണ് സിപിഎം ആരോപണം ഉന്നയിക്കുന്നത്. ഒപ്പം ബിജെപിയും പറയുന്നു ഷാഫിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കണം. എല്ലാ രീതിയിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്ത ആളാണ്, അറിഞ്ഞിട്ടും ഒരു നടപടിയും ഷാഫി എടുത്തില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിക്കുന്നത്. രാഹുലിന്റെ കാര്യങ്ങളെല്ലാം ഷാഫിക്ക് അറിയാമായിരുന്നുവെന്ന് ബിജെപി പറയുന്നുണ്ട്. ഷാഫിയാണ് എല്ലാ രീതിയിലും അതിന് കൂട്ടുനിന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണവും ബിജെപി ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കടക്കാനുള്ള തീരുമാനത്തിലാണ് സിപിഎമ്മും ബിജെപിയും. ഷാഫിയെയാണ് ഉന്നമിടുന്നത് എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഷഹനാസ് നടത്തിയ ആരോപണങ്ങളിലാണ് ഇത്രയും പ്രതിഷേധത്തിലേക്ക്, ഇല്ലെങ്കിൽ ഷാഫിക്കെതിരെ തിരിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പലതരത്തിൽ ഷാഫിയെ ഈ വിവരങ്ങളെല്ലാം അറിയിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവം, അതിനപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും തെളിവ് സഹിതം ഷാഫിയെ അറിയിച്ചിട്ടും ഷാഫി നടപടിയെടുത്തിരുന്നില്ല, ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു രീതിയിലും നടപടിയെടുത്തിരുന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു പല സ്ഥാനങ്ങളിലേക്ക് MLA ആകുന്നതിൽ ഉൾപ്പെടെ ഷാഫിയുടെ കൈകൾ ഉണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങളാണ് വരുന്നത്. നേരത്തെ തന്നെ ഉയർന്നതാണ്. അതിപ്പോൾ